പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് 24/8/2024 പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ ഏറ്റവും പെട്ടെന്ന് ഈ ഒരു ചാനൽ വഴി അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രസിദ്ധീകരിക്കപ്പെട്ട അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 29/8/2024 വരെയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാവുക. പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചു പേയ്മെൻറ്റ് നടത്തിയ വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ പുതിയ കോളേജിലേക്കോ കോഴ്സിലേക്കോ ലഭിക്കുകയാണ് എങ്കിൽ രണ്ടാമതും പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല. വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അലോട്ടഡ് ലിസ്റ്റ് എന്ന ലിങ്കിൽ എത്ര വിദ്യാർത്ഥികൾ ഓരോ കോളേജിലേക്കും അഡ്മിഷന് വേണ്ടി ഇതിനകം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. പല കോളേജുകളിലും 90% വിദ്യാർത്ഥികളും ഫീ പേയ്മെൻറ്റ് നടത്തിയതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്കൊന്നും പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യതയില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ CPASൻ്റെ വിവിധ കോളേജുകൾ ഒഴിവാക്കിയായിരുന്നു അലോട്ട്മെൻറ്റ് നടത്തിയിരുന്നത്. 350ഓളം സീറ്റുകൾ, ഏകദേശം 350ഓളം സീറ്റുകൾ CPASൻ്റെ വിവിധ കോളേജുകളിലായിട്ടുണ്ട്. ആ ഒരു സീറ്റുകൾ കൂടി പരിഗണിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമെന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. നിലവിൽ പല കോളേജുകളിലും അഡ്മിഷനായിട്ട് ഫീ പേയ്മെൻറ്റ് നടത്തിയ പല വിദ്യാർത്ഥികൾക്കും അവർക്ക് മുന്നിലുള്ള പല കോളേജുകളിലേക്കും ഹയർ ഓപ്ഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം പല കോളേജുകളിലും 10% വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് ആദ്യം ഇൻഡെക്സ് കൂടിയ വിദ്യാർത്ഥികൾക്കാണ് പരിഗണന ലഭിക്കുക. അത് മിക്കവാറും നിലവിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതൽ ഇൻഡെക്സ് അതുപോലെ റാങ്ക് ഉണ്ടാവുക. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുതിയ കോളേജിലേക്ക് മാറ്റം ലഭിക്കുമ്പോൾ അവർ ഇപ്പോഴുള്ള സീറ്റിലേക്ക് ഓപ്ഷൻ നൽകിയ തൊട്ടടുത്ത റാങ്കുള്ള ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികളെയാണ് പരിഗണിക്കുക. അത് ചിലപ്പോൾ നിലവിൽ മറ്റേതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥിയായിരിക്കാം, അതല്ലെങ്കിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയെയും ആയിരിക്കാം. ഓരോ വിദ്യാർത്ഥിയും നിലവിൽ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് പ്രകാരം 3 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം പലർക്കും അറിയാം. അതിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, ഇനി സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ വരുന്നു. തേർഡ് അലോട്ട്മെൻറ്റ് സമയത്തായിരിക്കും വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരിക. അതിനുശേഷം പിന്നീടും ഒരുപാട് അലോട്ട്മെൻറ്റുകൾ വരുന്നതാണ്. അതിനാണ് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊന്നും പരിഗണിക്കുന്നതല്ല. ആ ഒരു ഘട്ടത്തിൽ ആ ഒരു സമയത്ത് അനുവദിക്കുന്ന സമയം പുതിയ ഓപ്ഷനുകൾ നിങ്ങൾ നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. കൃത്യമായിട്ട് ഓപ്ഷൻ നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് കൃത്യമായിട്ട് ജാഗ്രത പാലിച്ച് ഓപ്ഷൻസ് നൽകാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷം 10ഓളം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. 10 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ് വരുന്നത് എങ്കിൽ 10 തവണയായിട്ട് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾ നൽകേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു അപ്ഡേഷൻ കൂടി. കഴിഞ്ഞ ദിവസം 21/8/2024 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ രാജ്യത്ത് കേരളത്തിലേതുൾപ്പെടെ ഓരോ സംസ്ഥാനത്തും അംഗീകൃത നഴ്സിംഗ് കോളേജസ് ഏതൊക്കെ എന്നുള്ളതിൻ്റെ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ് പുതിയതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏകദേശം 2 മാസം മുമ്പും ഇങ്ങനെയൊരു ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ വന്നിരുന്നു. അതിൽ വയനാട്, മാനന്തവാടി, അതുപോലെ തന്നെ ഇടുക്കി ഗവൺമെൻറ് കോളേജുകൾ, പുതിയതായിട്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്ന കോളേജുകളൊന്നും ആ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റിൽ ഇല്ലായിരുന്നു എന്നതായിരുന്നു എൻ്റെ ഓർമ്മ. എന്നാൽ ആ കോളേജുകളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റിൽ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ LBS വഴി നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ INC അപ്രൂവലിൻ്റെ ഒരു വിഷയം പൊതുവെ ഉണ്ടാകാറില്ല. അതേസമയം നിങ്ങൾ കേരളത്തിന് പുറത്ത് കർണാടകയിലോ തമിഴ്നാട്ടിലോ പോയൊക്കെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു കോളേജ് ഈ ഒരു INC അപ്രൂവ്ഡ് ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിക്കുന്നത്, കൺഫേം ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഓരോ കോളേജിലും എത്ര സീറ്റിനാണ് അപ്രൂവൽ എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് വഴി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ നൽകിയിരിക്കുന്നത് ആ അപ്രൂവ്ഡ് നമ്പർ ഓഫ് സീറ്റിലേക്കാണ് എന്നുള്ള കാര്യവും നിങ്ങൾ ഉറപ്പുവരുത്തുന്നത് ഉചിതമായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.